പറമ്പുകളിലെ രാത്രി തുടങ്ങി പലരോളം നടന്നിരുന്ന കലാപരിപാടികൾ ഹാളുകളിലേക്ക് പറിച്ചു നട്ടത് കലയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. പിന്നീടാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് കോഴിക്കോട് ആസ്വാദക ബന്ധം മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 വർഷക്കാലം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെയും കലാകാരികളെയും അവരുടെയൊക്കെ കലാരൂപങ്ങൾ കോഴിക്കോട് ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് കല നിർവഹിച്ചിട്ടുണ്ട്. ഇതുപോലെ 50 വർഷം തുടർച്ചയായി നിന്നുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇല്ല, അത് ഉറപ്പ് പറയാൻ പറ്റും ഞങ്ങൾക്ക്. അത് ആസ്വാദന രംഗത്ത് ഈ പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികളിലെ സർഗവാസനകൾ വളർത്തുന്നതിനാവശ്യമായ രീതിയിൽ നൃത്തനൃത്യങ്ങൾ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ചിത്രരചന, അതുപോലെയുള്ള നിരവധി പരിശീലന ക്ലാസുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റഫി ഗാനാലാപന മത്സരം നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് റഫി നൈറ്റ്, അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സാമ്രാട്ടുകളായിട്ടുള്ള യശ്വരാജ്, ഗുലാം അലി തുടങ്ങിയവരൊക്കെ തന്നെ കോഴിക്കോടിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്, കലയാണ്. അത്രയും വലിയൊരു പാരമ്പര്യമുള്ള അതിൽ പങ്കെടുത്തിട്ടുള്ള കലാകാരന്മാരെ ഒന്നും ഞാൻ വിശദമായി പറഞ്ഞില്ല. അത് 50 വർഷത്തെ ചരിത്രം പറയേണ്ടി വരുന്നത്. ഏതായാലും ഈ 50ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലാദ്യമായാണ് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഒരു ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തിയിരുന്നു. അത് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സമയത്താണ്. ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് കാലം പ്രവേശിക്കുന്നത് ആദ്യമായിട്ടാണ്.